74 വർഷത്തിലധികം പാരമ്പര്യമുള്ള അടൂർ ശ്രീധർ ജ്വല്ലേഴ്സിന്റെ പുതിയ മെഗാ ഷോറൂം. 2 സൈബർ തട്ടിപ്പ് കേസുകളിലായി 4 യുവാക്കൾ അറസ്റ്റിൽ. പത്തനംതിട്ട ജില്ലാ ക്രൈംബ്രാഞ്ചിന്റെ അന്വേഷണത്തിലുള്ള 2 സൈബർ തട്ടിപ്പ് കേസുകളിലായി 4 പേരെ അറസ്റ്റ് ചെയ്തു. ജില്ലാ പോലീസ് മേധാവിയായി വി.ജി. വിനോദ് കുമാർ ചുമതലയേറ്റ ശേഷം സൈബർ തട്ടിപ്പ് കേസുകളിൽ അന്വേഷണം കാര്യക്ഷമമാക്കുവാൻ നൽകിയ നിർദ്ദേശത്തെ തുടർന്ന് നടത്തിയ ഊർജിത അന്വേഷണത്തിലാണ് പ്രതികൾ കുടുങ്ങിയത്. 2 കേസുകളിലായി മലപ്പുറം, തൃശൂർ, കോഴിക്കോട് ജില്ലകളിൽ നിന്നുള്ള യുവാക്കളെ ജില്ലാ ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പി കെ.എ. വിദ്യാധരന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘമാണ് പിടികൂടിയത്. ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിൽ നിക്ഷേപിച്ചാൽ അമിത ലാഭം വാഗ്ദാനം ചെയ്ത് കോഴഞ്ചേരി സ്വദേശിയിൽ നിന്ന് 3.45 കോടി തട്ടിയ കേസിൽ മലപ്പുറം കൽപ്പകഞ്ചേരി കക്കാട് അമ്പാടി വീട്ടിൽ 30-കാരൻ ആസിഫ്, തെയ്യനാട് വീട്ടിൽ 23-കാരൻ സൽമാനുൽ ഫാരിസ്, തൃശൂർ കടവല്ലൂർ ആച്ചാത്തുവളപ്പിൽ 37-കാരൻ സുധീഷ് എന്നിവരും തിരുവല്ല സ്വദേശിയെ കബളിപ്പിച്ച് 1.57 കോടി തട്ടിയെടുത്ത കേസിൽ കോഴിക്കോട് ഫറോക്ക് ചുങ്കം ഭാഗത്ത് മണപ്പുറത്ത് വീട്ടിൽ 24-കാരൻ ഇർഷാദുൽ ഹക്ക് എന്നിവരുമാണ് പിടിയിലായത്. സൈബർ തട്ടിപ്പുകൾക്ക് ആളുകൾ ഇരയാകുന്ന സംഭവങ്ങൾ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ ജില്ലാ പോലീസ് മേധാവി ജില്ലയിലെ സൈബർ കേസുകൾ വിലയിരുത്തി കർശനമായ തുടർ നടപടികൾക്ക് നിർദ്ദേശം നൽകിയ പശ്ചാത്തലത്തിലാണ് അറസ്റ്റ്. കംബോഡിയ കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന തട്ടിപ്പ് സംഘങ്ങൾ വിവിധ സാമൂഹിക മാധ്യമങ്ങളിലൂടെ വ്യാജ പരസ്യങ്ങൾ നൽകി ആളുകളെ വലയിലാക്കിയ ശേഷം അവരുടെ താൽപര്യങ്ങളും സാമ്പത്തിക ഭദ്രതയും മനസ്സിലാക്കി കൂടുതൽ പണം നിക്ഷേപിച്ചാണ് തട്ടിപ്പുകൾ നടത്തിവരുന്നത്. കംബോഡിയയിൽ ഇത്തരം തട്ടിപ്പ് കേന്ദ്രങ്ങളിൽ ജോലി ചെയ്തിരുന്ന ആന്ധ്ര സ്വദേശികളായ ഹരീഷ് കുരാപതി, നാഗ വെങ്കട്ട സൗജന്യ കുരാപതി എന്നിവരെ നേരത്തെ ഈ കേസിൽ അറസ്റ്റ് ചെയ്തിരുന്നു. ഇവരുടെ നേതൃത്വത്തിൽ കേരളത്തിൽ നിന്നും ഉയർന്ന ശമ്പളത്തിൽ തൊഴിൽ രഹിതരായ ചെറുപ്പക്കാരെ കംബോഡിയ കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന തട്ടിപ്പ് കേന്ദ്രങ്ങളിലേക്ക് റിക്രൂട്ട് ചെയ്യുന്നതായും അന്വേഷണത്തിൽ തെളിവായിട്ടുണ്ട്. അന്തർദേശീയ ബന്ധങ്ങൾ ഉള്ള ഇത്തരം തട്ടിപ്പ് സംഘങ്ങൾ കബളിപ്പിക്കപ്പെടുന്ന പണം തൊഴിലില്ലാത്ത യുവാക്കളെ ആകർഷകമായ കമ്മീഷൻ വാഗ്ദാനം ചെയ്ത് ബാങ്കിൽ നിന്നും പിൻവലിപ്പിച്ച് കരസ്ഥമാക്കുന്ന രീതിയാണ് തുടരുന്നത്. പ്രതികളുടെ കൂട്ടാളികളായ നിരവധി പേർ ഇനിയും ഈ കേസുകളിൽ അറസ്റ്റിലാവാനുണ്ട്. അന്വേഷണം വ്യാപകമാക്കിയതായി ജില്ലാ പോലീസ് മേധാവി പറഞ്ഞു. ജില്ലാ ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ സബ് ഇൻസ്പെക്ടർമാരായ ബി.എസ്. ശ്രീജിത്ത്, കെ.ആർ. അരുൺകുമാർ, കെ. സജു, സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ റോബിക് ഐസക്, നൌഷാദ് എന്നിവർ തൃശൂർ, മലപ്പുറം, കോഴിക്കോട് ജില്ലകളിൽ ദിവസങ്ങളായി നടത്തിയ അന്വേഷണത്തിലൊടുവിലാണ് പ്രതികൾ കുടുങ്ങിയത്. എല്ലാവരെയും കോടതിയിൽ ഹാജരാക്കി. വരും ദിവസങ്ങളിൽ സൈബർ തട്ടിപ്പ് സംഘങ്ങൾക്കെതിരെ കർശന നടപടികൾ തുടരുമെന്നും ജില്ലാ പോലീസ് മേധാവി അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, പത്തനംതിട്ട.